ഹലോ എവരിവൺ, എല്ലാവർക്കും ഇൻകം ടാക്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ടോപ്പിക്ക് കുറേ ഡെഫിനിഷൻസ്, അതായത് ബേസിക് ടേംസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മുന്നത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക കേട്ടോ. ഓക്കെ, ദെൻ ഇൻകം ടാക്സിൽ നമുക്കറിയാം രണ്ട് ടേം, ഇൻകം പിന്നെ ടാക്സ്. അപ്പോൾ എന്താണ് ഇൻകം എന്നുള്ളത് മനസ്സിലാക്കുക. സെക്ഷൻ 224 ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സെക്ഷനൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയിടാം കേട്ടോ. അപ്പോൾ പറയുന്നത് എനി മോണിറ്ററി ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ് എന്നാണ്. ഡെഫിനിറ്റ് സോഴ്സ് ഏതാണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സാലറി എന്ന് പറയുന്ന ഒരു ഹെഡ്, ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, PGBP എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടും, ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ അതർ സോഴ്സ്. ഇതാണ് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5 സോഴ്സിൽ നിന്നും വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻകം എന്ന് പറയുന്നത്. എനി മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു മോണിറ്ററി ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം ഡെഫിനിറ്റ് സോഴ്സ്, ഈ ഒരു സോഴ്സിൽ നിന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് ചോദിച്ചാൽ ആൻസർ ഇതാണ്. സോഴ്സ് ഓഫ് ഇൻകം എന്ന് ചോദിച്ചാലും ആൻസർ ഇതാണ്. ഇതിലൊക്കെ ഓരോ സെക്ഷൻ ഉണ്ട്. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 15 മുതൽ 17 വരെയാണ്. മറ്റേത് 22, 27, 28, 44, 45, 55, 56, 59. യഥാർത്ഥത്തിൽ ഈ ഒരു 5 ഹെഡിനെ കുറിച്ചാണ് നമ്മൾ ഈ ടാക്സിൽ ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിലെ തന്നെ ഏറ്റവും വലിയ ഹെഡാണ് ഇത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഹെഡ് പഠിച്ചു കഴിയുന്നതോടുകൂടി ഈ ഒരു സെമസ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ഓരോന്നിലേക്ക് നോക്കുകയാണെങ്കിൽ സാലറി എന്താണ്? വളരെ സിമ്പിളാണ്. നിങ്ങളൊരു സാലറിയുടെ എംപ്ലോയി ആണെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിയോ പ്രൈവറ്റൊക്കെ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, നിങ്ങൾ സാലറി വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ആ സാലറി ഒരു വരുമാനമായിട്ട് കാണും. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി, സപ്പോസ് നിങ്ങൾക്ക് 2 വീടുണ്ട്, ഒരു വീട് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുമല്ലോ. ആ വാടക എന്ന് പറയുന്നത് അതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നോ മറ്റു തരത്തിലുള്ള പ്രൊഫഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റ് വിറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടുകയാണെങ്കിൽ അത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ 4 കാര്യത്തിലും പറയാത്ത ഈ വല്ലത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇൻകം വരികയാണെങ്കിൽ അതൊക്കെ എന്താണ്, അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എന്തൊരു മോണിറ്ററി ബെനിഫിറ്റ് വരികയാണെങ്കിലും അതിന് എന്ത് വരും, നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥമായി വരും. ഓക്കെ, ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ 5 ഹെഡ് ഉണ്ടല്ലോ, ഈ 5 ഹെഡും കൂടിയാണ് കൂട്ടിയാൽ അതിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഓഫ് 5 ഹെഡ്. ഓക്കെ, പിന്നീട് ഈ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടാക്സ് അതോറിറ്റി നമുക്ക് നൽകുന്ന കുറേ കിഴിവുകളുണ്ട്. അത് സെക്ഷൻ 80C മുതൽ 80U വരെ വരുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അത് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80C to 80U പോയാൽ എന്തായി, ടോട്ടൽ ഇൻകം കിട്ടും. ആ ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്താണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതൊക്കെ നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം. ദെൻ അസസ്മെൻറ്റ് ഇയർ, വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. സെക്ഷൻ 2(9) അതിലാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വായിക്കാം. ഇറ്റ് മീൻസ് എ പീരിയഡ് ഓഫ് 12 months ബിഗിനിങ് ഫ്രം 1st April ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് ദി നെക്സ്റ്റ് ഇയർ. ഇപ്പോൾ സാധാരണഗതിയിലൊക്കെ നമ്മൾ ഇപ്പോൾ ജാനുവരി മുതൽ ഡിസംബർ അങ്ങനെയാണല്ലോ നമ്മൾ ഒരു കൊല്ലമൊക്കെ പറയുന്നത് അല്ലേ. പക്ഷേ ഒരു ബാങ്കിങ് സെക്ഷനിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഏപ്രിൽ മുതലാണ് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ടാക്സിൻ്റെ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ തൊട്ടിട്ട് എവിടെ വരെ, അടുത്ത മാർച്ച് വരെ. മാർച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഏപ്രിൽ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏപ്രിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അവിടെ കഴിഞ്ഞു. ദെൻ എഗെയിൻ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി തുടങ്ങിയിട്ട് അടുത്ത വർഷം വരുന്ന മാർച്ച് 31 വരെയുള്ള ഒരു 12 മാസ കാലയളവുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. നമ്മളെ ഇൻകം എവിടെ ഉണ്ടായിട്ടുണ്ടാവും,
അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഇയറിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുക. ഓക്കെ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ടാക്സിൽ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം: ഇറ്റ് ഈസ് ദി ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദി ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ ഈസ് അസസ്ഡ്. പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വാട്ട് ഈസ് അസസ്മെൻറ്റ് ഇയർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2021-22 എന്നാണ്. പക്ഷെ അത് നമ്മൾ അങ്ങനെ എഴുതിയാൽ പോരാ, അത് ഈ രീതിയിൽ തന്നെ എഴുതണം. 1/4/2021 ടു 31/3/2022. ഇത് നിങ്ങളെ നോട്ട്ബുക്കിൻ്റെ ഏറ്റവും ഹെഡിങ് ആയിട്ട് നിങ്ങൾ ഫ്രണ്ട് പേജിൽ എഴുതിക്കണം നമ്മൾ അസസ്മെൻറ്റ് ഇയർ. ഈ അസസ്മെൻറ്റ് ഇയർ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ടാക്സിലെ റേറ്റുകൾക്ക് മാറ്റം വരും. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ അവിടെ എഴുതി വയ്ക്കാം. നേരെ ബാക്കിലുള്ളതായിരിക്കും. ഇപ്പോൾ 2020-21, അതായത് നേരെ ഒരു വർഷം കുറച്ചാൽ മതി. 1/4/2020 ടു 31/3/2021. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വരുമാനമൊക്കെ കൂട്ടിയാടെ വെച്ചിട്ടുണ്ടാവും. ആ വരുമാനം, അതായത് ടോട്ടൽ ഇൻകം, ആ ടോട്ടൽ ഇൻകത്തിന് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് എവിടെയാണ്? അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ ഇൻകം ഉണ്ടാവുന്ന വർഷം പ്രീവിയസ് ഇയറും അതിന് ടാക്സ് കൊടുക്കേണ്ട വർഷം അസസ്മെൻറ്റ് ഇയർ ആണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ എന്താണ്? സെക്ഷൻ 3 പറയുന്നുണ്ട്, ഇറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിലെ തൊട്ട് മുന്നേ വരുന്ന, അതാണ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ വരുന്നതെന്നർത്ഥം. ഓക്കെ, പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പല എക്സാമുകളും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഈ വർഷം നമുക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ നമ്മൾ അടുത്ത വർഷമേ ടാക്സ് അടയ്ക്കുള്ളൂ, അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിന് നമ്മൾ ഈ വർഷം ടാക്സ് അടയ്ക്കുന്നു, ഈ വർഷത്തെ ഇൻകത്തിന് നമ്മൾ അടുത്ത വർഷം ടാക്സ് അടയ്ക്കുന്നു. ചിലപ്പം ഈ വർഷത്തെ ഇൻകത്തിന് ഈ വർഷം തന്നെ ടാക്സ് അടയ്ക്കാം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിന് ആ കഴിഞ്ഞ വർഷം തന്നെ നമ്മളെന്താണ് ടാക്സ് അടച്ചേക്കാം. അതിനെയാണ് എക്സംഷൻസ് ടു ദി പ്രീവിയസ് ഇയർ അഥവാ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്നൊക്കെ പറയാം. രണ്ട് രീതിയിൽ ചോദിക്കാം. ഓക്കെ, അതായത് സെയിം ഇയറിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്ത ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അതാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഈ വർഷം ഇൻകം ഉണ്ടാവുന്നു, ഈ വർഷം തന്നെ ടാക്സ് അടയ്ക്കുന്നു. അതിന് കുറച്ച് ഉദാഹരണങ്ങളൊന്ന് പഠിച്ചേക്കുക. ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഷിപ്പിംഗ് ബിസിനസ്സിൽ വർക്ക് ചെയ്ത് അതായിട്ട് ബന്ധപ്പെട്ടുള്ള നോൺ റെസിഡൻറ്റ് അവർക്ക് കിട്ടുന്ന ഇൻകമൊക്കെ എന്ത് ചെയ്യും? ആ വർഷം തന്നെ ടാക്സ് ചെയ്യും. ഇപ്പോൾ ഈ വർഷം കിട്ടുകയാണെങ്കിൽ ഈ വർഷം തന്നെ അതിനുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഇൻകം ഓഫ് പേഴ്സൺ ഹൂ ഈസ് ലീവിങ് ഇന്ത്യ. ഇന്ത്യ വിട്ടു പോകുന്ന ആളുകൾ. അതുപോലെ ഇൻകം ഓഫ് AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺ. BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വരും കേട്ടോ, ഫോർ എ ഷോർട്ട് പീരീഡ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ വേറെ ആർക്കെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ നിർത്തുകയാണ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താണ് ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വർഷം തന്നെ അതിനെന്ത് ചെയ്യും? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതിനെയാണ് ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്താൽ അസസ്മെൻറ്റ് ഇയറിൽ കൊടുക്കുന്നു ടാക്സ്. പക്ഷേ ആക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് കൊടുക്കുന്നു. അഥവാ അസസ്മെൻറ്റ് ഇയറിൽ നമുക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ടാക്സ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ പേഴ്സൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേം സെക്ഷൻ 231 വരുന്നത്. പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പേഴ്സൺ ഒരുപാട് ആളുകളെ നമ്മൾ പറയാറുണ്ട് അല്ലേ? പക്ഷേ ടാക്സിൻ്റെ ഒരു പരിധിയിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു പേഴ്സൺ എന്ന കാറ്റഗറിയിൽ വരും. അതാരൊക്കെ എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നതിൽ ഒരു സാധാരണ ഒരു വ്യക്തി എന്നർത്ഥം. അതാണാവാം, പെണ്ണാവാം, മൈനറോ മേജറോ ആവാം. 18 വയസ്സ് ആകാത്ത ആളും അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള ആളും. സെയിൻ ഓർ ഇൻസെയിൻ, ഇപ്പോൾ ബുദ്ധി സ്ഥിരത ഉള്ളതും അല്ലാത്തതും എല്ലാവരും ഏതിൻ്റെ കാറ്റഗറിയിൽ വരും? ഇൻഡിവിജ്വലാണ്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സൻ്റെ മറ്റൊരു കാറ്റഗറി HUF,
ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നർത്ഥം. അപ്പോൾ കൂട്ടുകുടുംബ സംവിധാനം പണ്ടൊക്കെ അത് കൂടുതലായിട്ട് കണ്ടിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ, ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ഇത് ഇപ്പോഴും കണ്ടുവരുന്നൊരു സംവിധാനമാണ് HUF എന്ന് പറയുന്നത്. നമുക്ക് ഈ ഭാഗത്ത്, കേരളത്തിൽ ഈ ഭാഗത്തൊന്നും നമുക്ക് സാധാരണ വലിയ തോതിലില്ല. ഓക്കെ, അപ്പോൾ അവർ ഇതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ എ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾ, അതാണ് കമ്പനി എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് ഓൾറെഡി നമ്മൾ കേട്ട പദങ്ങളാണ്. ഫേം മീൻസ് പാർട്ണർഷിപ്പ് ഫേമാണ്. പിന്നെ AOP അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെ ഒരു കൂട്ടായ്മ എന്നർത്ഥം. അതുപോലെ ബോഡി ഓഫ് ഇൻഡിവിജ്വലിൻ്റെ ഒരു കൂട്ടായ്മ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ വിമൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്ലസ് ഒരു കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി XYZ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പ്ലസ് ഒരു ഫേം, പാർട്ണർഷിപ്പ് ഫേം. ഓക്കെ, ഇവർ മൂന്നാളും കൂടിയിട്ടാണ് ഒരു സംരംഭം തുടങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇരിക്കുക. അതാണെങ്കിൽ അതിന് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്നാണ് പറയുക. എന്നാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ വിനോദും വരാം, വിമൽ വരാം, ഓക്കെ, അതുപോലെ ഇപ്പോൾ മുഹമ്മദ് വരാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ആളുകളാണ്, വ്യക്തികളാണ്, പേഴ്സൺസാണ് അല്ലേ. അപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പേഴ്സൻ്റെ കൂട്ടായ്മ പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ, ഫേം, കമ്പനി ഇതൊക്കെ മിക്സ് ആയിട്ട് വരും. ബോഡി ഓഫ് ഇൻഡിവിജ്വലിൽ വ്യക്തികൾ, ആളുകൾ മാത്രമുള്ള കൂട്ടായ്മയാണ്. ഓക്കെ, അതാണ് ബോഡി ഓഫ് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സാധാരണ ഒരു രീതിയിലാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, ദെൻ ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെന്താണ്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, പഞ്ചായത്ത്, ജില്ലാ ബോർഡുകൾ, ഇതൊക്കെ ഉണ്ടല്ലോ, ഡിസ്ട്രിക്ട് ബോർഡ്. ഇപ്പോൾ ഇതൊക്കെ ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പോൾ ഇവരും എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിക്ക് ടാക്സ് അടക്കണം. യഥാർത്ഥത്തിൽ ലോക്കൽ അതോറിറ്റി ഈ പറയുന്നതൊക്കെ ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും ഗവൺമെൻറ് ടാക്സ് പിരിക്കുക എന്നർത്ഥം. അപ്പോൾ അതുമുണ്ട്, ലോക്കൽ അതോറിറ്റി ഉണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, നിയമത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള കുറേ മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ടെമ്പിള്, മോസ്കുകൾ ഉണ്ടല്ലോ, പള്ളി, ചർച്ചുകൾ, യൂണിവേഴ്സിറ്റി. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡയറ്റി, അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ, ഒരു ബിംബം, ഒരു ദേവത, ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ പള്ളി, അമ്പലങ്ങൾ, മോസ്ക്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നാണ്. അപ്പോൾ അവിടെ വരുമാനം ഉണ്ടെങ്കിൽ അതും ഈ പേഴ്സണൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതൊക്കെ ടാക്സിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉൾപ്പെട്ടതാണ് പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വ്യക്തി മാത്രമല്ല പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നുണ്ടല്ലോ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടാക്സ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള PG കാർക്കൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വരും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്താം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ ഇടുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇതിൽ ഇത്രയും ആളുകളുടെ അവരുടെ ലീഗൽ സ്റ്റാറ്റസ് നമ്മൾ പറയണം. ഇപ്പോൾ ശ്രീ വേണുഗോപാൽ എന്ന് പറയുന്നത് ആരാണ്? അതുപോലെ ശ്രീമതി ശോഭ, ടാറ്റ ടീ ലിമിറ്റഡ്, തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ, ബാർ കൗൺസിൽ ഓഫ് കൊച്ചി, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഗുരു ഗ്രന്ഥ് സാഹിബ്, എ ഹിന്ദു ഡയറ്റി എന്ന് പറഞ്ഞാൽ ദേവത എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പോൾ അമ്പലം എന്നുള്ള അർത്ഥത്തിൽ ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതുപോലെ ABC പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ മിസ് PQR എ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ്, മറ്റൊന്ന് 4 പേഴ്സൺ ജോയിൻ ടുഗദർ ടു റൺ എ കോഫി ഷോപ്പ് ഫോർ തൃശ്ശൂർ പൂരത്തിന് അവരെന്ത് ചെയ്യാണ്, ഒരു 4 ആളുകൾ കൂടിയിട്ട് ഒരു ചായക്കട തുടങ്ങുകയാണ്. പിന്നെ എ മുസ്ലിം അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത് അത്തരത്തിൽ സംവിധാനം നമുക്ക് ഇല്ല. കാരണം അതിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ പോലെ മുസ്ലിം അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല. ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ കുറച്ച് ആളുകൾ കൂടി എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ കൈരളി ബുക്സ് ഓൺഡ് ബൈ അശോകൻ്റെ ഉടമസ്ഥതയിലുള്ള കൈരളി ബുക്സ്, പിന്നെ രവി, രാഹുൽ ആൻഡ് റോഷൻ റണ്ണിങ് ആൻഡ് അൺരജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫേം. ഇത്രയും കാര്യങ്ങളിൽ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, പേഴ്സൺ എന്നുള്ള ഏത് കാറ്റഗറിയിൽ വരും എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം.
ശ്രീ വേണുഗോപാൽ ആരാണ്? വേണുഗോപാൽ ഒരു ഇൻഡിവിജ്വലാണ് അല്ലേ? അതുപോലെ ശ്രീമതി ശോഭ ആൻ ഇൻഡിവിജ്വൽ. പിന്നെ അതുപോലെ ടാറ്റ ടീ ലിമിറ്റഡ് കമ്പനിയാണ്, കമ്പനി. തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് ലോക്കൽ അതോറിറ്റിയാണ്. ഓക്കെ. ബാർ കൗൺസിൽ ഓഫ് കൊച്ചി, പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഗുരു ഗ്രന്ഥ സാഹിബ്, എ ഹിന്ദു ഡയറ്റി, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സണാണ്, നിയമസംബന്ധമായിട്ടുള്ള സൃഷ്ടികളാണ്. ഓക്കെ. ABC പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, കമ്പനി. പിന്നെ മീൻസ് PQR എ രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫേമാണ്. പിന്നെ 4 person ജോയിൻ ടുഗദർ ടു റൺ എ കോഫി ഷോപ്പ് ഫോർ തൃശ്ശൂർ പൂരം. 4 ആളുകൾ കൂടി ചേർന്ന് എന്ന് പറയുമ്പോൾ അത് ബോഡി ഓഫ് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, നല്ലത് ബോഡി ഓഫ് ഇൻഡിവിജ്വലാണ്. പിന്നെ എ മുസ്ലിം അൺഡിവൈഡ് ഫാമിലി, മുസ്ലിം സഹോദരങ്ങൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ പോലെ ഒരിക്കലും നമ്മളിത് പറയാറില്ല. സോ ഇതെന്താണ്? ഇതും ബോഡി ഓഫ് ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യാം. കൈരളി ബുക്സ് ഓൺഡ് ബൈ അശോകൻ്റെ ഉടമസ്ഥതയിലുള്ള എന്നുള്ളതാണ്. അശോകൻ എന്ന് പറയുന്നത് സാധാ ഒരു വ്യക്തി എന്ന അർത്ഥത്തിലാണ്, ഇൻഡിവിജ്വൽ. രവി, രാഹുൽ ആൻഡ് റോഷൻ റണ്ണിങ് ആൻ അൺരജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആൾ കൂടിയിട്ടുള്ള സംവിധാനമാണ്, അത് ബോഡി ഓഫ് ഇൻഡിവിജ്വലായിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ സാധിക്കണം. ഇതാണ് പേഴ്സൺ എന്ന് പറഞ്ഞതിനെ ലളിതമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ദെൻ മറ്റൊരു ടേം അസസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളൊക്കെ ചിലപ്പോൾ അസസി ആവാം. യഥാർത്ഥത്തിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി ആരാണോ അയാളെയാണ് അസസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം നമ്മളെല്ലാവരും അസസി ആവുക എന്ന് പറയുന്നത് ഒരു നിശ്ചിത വരുമാനത്തിൻ്റെ അപ്പുറമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 2 ലക്ഷം വരുമാനം കഴിഞ്ഞ വർഷം ഉണ്ട് വെച്ചാൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. ഒരു 4 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടാക്സിൻ്റെ പരിധിയിൽ വരും. ഓക്കെ. അപ്പോൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായ അസസികളൊക്കെ എന്താണ് കോമൺ ആയിട്ട് വിളിക്കുക? അസസി, ദി പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ്. ഓക്കെ. അപ്പോൾ അസസി പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് പഠിച്ചു വെക്കണം. ഡീംഡ് അസസി ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസി. ചിലപ്പോൾ നമ്മുടെ ഇൻകത്തിനല്ലാതെ മറ്റൊരാളുടെ ഇൻകത്തിന് ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വന്നേക്കാം. ഇപ്പം നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയാകാത്തൊരു മകനോ മകളോ ഉണ്ട്, ആ മകനോ മകൾക്കോ വരുമാനം ഉണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ടാക്സ് അതോറിറ്റീൻ്റെ കാഴ്ചപ്പാടിൽ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട. കാരണം അതാണ്, അത് മൈനറാണ്, മൈനർക്ക് ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ അത് വിടുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ മൈനറുടെ ഇൻകത്തിൻ്റെ പുറത്ത് പാരൻസ് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആരാണ്? യഥാർത്ഥത്തിൽ നമ്മൾ ഒറിജിനൽ അസസി അല്ല, ഡീംഡ് അസസിയാണ്. അഥവാ അസസിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ആൾ, റെപ്രസെൻറ്റേറ്റീവ് അസസി, 2 പേരിലും അറിയപ്പെടും കേട്ടോ. ഓക്കെ. അസസിയായിട്ട് പ്രതിനിധീകരിക്കുകയാണ് നമ്മളെ. ഓക്കെ. സോ അതാണ് ഡീംഡ് ഓർ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ, ഗാർഡിയൻ ഓഫ് എ മൈനർ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി. ഒരു മൈനറുടെ ഗാർഡിയൻ, രക്ഷകർത്താവ്. ഇതിലിപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്? അവരാണ് ടാക്സിൻ്റെ പരിധിയിൽ വരിക, ഡീംഡ് അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ അസസി ഇൻ ഡിഫാൾട്ട് അഥവാ ഡിഫാൾട്ട് അസസി. ആ പേരിൽ തന്നെ ഉണ്ട്. ഡിഫാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫെയിൽ ആകുകയാണല്ലോ അല്ലേ? ദി പേഴ്സൺ ഹൂ ഫെയിൽസ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. യഥാർത്ഥത്തിൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനായൊരു വ്യക്തി, അയാൾ ടാക്സ് അടയ്ക്കുന്നില്ലെങ്കിൽ അയാൾ ഡിഫാൾട്ട് അസസി എന്ന് പറയും. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയർ, നിങ്ങളൊരു എംപ്ലോയർ ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കീഴിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. നിങ്ങളെ എംപ്ലോയീസിന് നിങ്ങൾ സാലറി കൊടുക്കുമ്പോൾ, മാസത്തിൽ സാലറി കൊടുക്കുന്ന സമയത്ത് ആ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് നിങ്ങൾ എന്ത് പിടിച്ചു? ടാക്സിൻ്റെ ഇനത്തിലേക്ക് പൈസ പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ടാക്സ് അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. പക്ഷേ നിങ്ങളത് ട്രഷറിയിൽ കൊണ്ട് അടച്ചിട്ടില്ലായിരിക്കും. ഗവൺമെൻറ് ട്രഷറിയിൽ കൊണ്ട് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിഫാൾട്ട് അസസിയാണ്. ഓക്കെ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. ആൻ എംപ്ലോയർ ഡിഡക്റ്റ് ദി ടാക്സ് ഫ്രം ഹിസ് എംപ്ലോയീസ് സാലറി. എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും ടാക്സ് ഡിഡക്റ്റ് ചെയ്തു. ബട്ട് ഡസ് നോട്ട് റെമിറ്റ് ഇറ്റ് ടു ദി ട്രഷറി. പക്ഷേ അത് ട്രഷറിയിൽ കൊണ്ടുപോയി അടച്ചിട്ടില്ല. ഹി ഈസ് ആൻ അസസി ഇൻ ഡിഫാൾട്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്താണ്? ഒരു അസസി ഇൻ ഡിഫാൾട്ടാണ്, അഥവാ ഡിഫാൾട്ട് അസസിയാണ്. ഓക്കെ. ദെൻ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വ്യക്തിൻ്റെ 5 ഹെഡിലാണല്ലോ നമ്മൾ വരുമാനം വരികയാണ് പറഞ്ഞത്. ആ 5 ഹെഡും കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുവെക്കുകയാണെങ്കിൽ ആ മൊത്തം പ്രൊസീജിയറിന് നമ്മൾ പറയുന്നതാണ്
അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 2 വരിയിൽ ഈ കാര്യം നമുക്ക് പറയാമെങ്കിലും ഇത് വളരെ വലിയൊരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഇൻ ദി പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം കാണുന്നു. അതിനെ വലിയ സമഗ്രമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദി ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി, എന്നിട്ട് അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊത്തം പ്രോസസ്സിനെ അസസ്മെൻറ്റ് എന്ന് പറയുന്നു. ഇങ്ങനെ അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, അസസ്മെൻറ്റ് ഓഫ് HUF, അസസ്മെൻറ്റ് ഓഫ് കമ്പനി, അസസ്മെൻറ്റ് ഓഫ് AOP ഓർ BOI, അസസ്മെൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം, ഓരോന്നും നമുക്ക് ടാക്സിൻ്റെ അണ്ടറിൽ പഠിക്കേണ്ടതുണ്ട് അഡ്വാൻസ്ഡ് ക്ലാസ്സുകളിൽ. ഓക്കെ. ദെൻ കാഷ്വൽ ഇൻകം. കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാദൃശ്ചികമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ കിട്ടുന്ന ഇൻകത്തെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു ലോട്ടറി എടുത്തു, അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, ഒരു 10 ലക്ഷം ലോട്ടറി അടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന് കാഷ്വൽ ഇൻകം എന്ന് പറയാം. ലോട്ടറി എപ്പോഴും അടിക്കില്ലല്ലോ. പിന്നെ അതുപോലെ ബെറ്റിംഗ്. ഓക്കെ, ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഇൻകത്തേക്ക് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് പറയും. എനി റെസിപ്റ്റ് വിച്ച് ഈസ് ഓഫ് കാഷ്വൽ ആൻഡ് നോൺ റെക്കറിങ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാത്തത് എന്നർത്ഥം. നോൺ റെക്കറിങ് ഇൻ നാച്ചർ ഈസ് കാഷ്വൽ ഇൻകം. ഇറ്റ് ഈസ് ദി റെസിപ്റ്റ് ഓഫ് വിച്ച് ഈസ് ആക്സിഡൻ്റൽ ആൻഡ് വിത്തൗട്ട് എനി സ്റ്റിപ്പുലേഷൻ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഊഹമൊന്നുമില്ല ഇത് കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ്, അത് തികച്ചും ആക്സിഡൻ്റലാണ്. ഓക്കെ, അതിശയമായിട്ടുള്ള വന്നിട്ടുള്ള അത്തരത്തിലെ ഇൻകത്തിനെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. അത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ എക്സാമ്പിൾ വിന്നിങ് ഫ്രം ലോട്ടറി, അതുപോലെ കാർഡ് ഗെയിം, ഗാംബ്ലിംഗ്, ബെറ്റിംഗ്, എക്സെട്ര. ഓക്കെ. ദെൻ മാക്സിമം മാർജിനൽ റേറ്റ്. മാക്സിമം മാർജിനൽ റേറ്റ് എന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അടയ്ക്കുന്ന പരമാവധി ടാക്സ് റേറ്റ് എത്രയാണോ അതിനെയാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് സ്ലാബ് റേറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ AOP അല്ലെങ്കിൽ BOI ഒക്കെ പറയാം. അപ്പോൾ ഇപ്പോൾ ഇത് 30% ആണ്. അത് നമുക്ക് ടാക്സിൻ്റെ റേറ്റ് വരുമ്പോൾ അവിടെ പറയാം. ഓക്കെ, ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിടുക. ദെൻ ആവറേജ് റേറ്റ് അഥവാ ആവറേജ് ടാക്സ് എന്ന് ചോദിച്ചാൽ ഒരു ഇക്വേഷൻ വെച്ച് കൊടുത്താൽ മതി. ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ഇതാണ്. ഇങ്ങനെ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ടാക്സ് കിട്ടും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. 5 heads ഇൻകമാണ്. അതിന് നിങ്ങൾ ടാക്സ് ലയബിലിറ്റി കണ്ടുവച്ചു. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഒരു തോത് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് കിട്ടിയത് ഒരു 5 ലക്ഷമായിരുന്നു നിങ്ങളുടെ ടോട്ടൽ ഇൻകം. 5 ലക്ഷം, 5 lakh. അത് നിങ്ങൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ സപ്പോസ് ഒരു 22,000 ഉണ്ടായിരിക്കാം. 22,000. അപ്പോൾ 5 ലക്ഷം വരുമാനം കിട്ടിയപ്പോൾ നിങ്ങൾ 22,000 ടാക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജാണ് ടോട്ടൽ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നിങ്ങൾ ടാക്സ് അടച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത്രേ ഉള്ളൂ സംഭവം. അതാണ് ആവറേജ് റേറ്റ് അല്ലെങ്കിൽ ആവറേജ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ HUF പറഞ്ഞപ്പോൾ അതിലൊന്നും കൂടി ഒന്ന് സ്ട്രെസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ. HUF പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി എന്ന് നമ്മൾ പറഞ്ഞു. സാധാരണഗതിയിൽ HUF അതിലത്തെ ഒരു മുതിർന്ന ആളുണ്ടാവും. അദ്ദേഹത്തെ കർത്ത എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതാണല്ലോ ഇപ്പോഴത്തെ മുതിർന്ന ആൾ, കണ്ടാൽ മനസ്സിലാവില്ലേ, ഇത് ഇയാളുടെ വൈഫാണ്. ഓക്കെ, ഇതൊക്കെ ഇയാളുടെ മക്കളാണ് കേട്ടോ. എന്നാണ് നമ്മൾ അങ്ങനെയൊക്കെ അസ്യൂം ചെയ്യാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഇത്, പിന്നെ കുട്ടികൾ. ഓക്കെ, ഇതാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ HUF ഇപ്പോൾ ഇതൊരു കൂട്ടുകുടുംബമാണല്ലോ. ഈ HUF ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മെയിൽ മെമ്പർ ആണ്. ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് കർത്ത. ഓക്കെ, ഈ മെയിൽ മെമ്പറിൻ്റെ അഭാവത്തിൽ അവിടുത്തെ ലേഡി ഉണ്ടെങ്കിൽ സീനിയർ ആയിട്ടുള്ള ലേഡിക്കും ആവാം. അപ്പോൾ കർത്ത എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രം റിസർവേഷൻ ഒന്നുമില്ല, അത് സീനിയറായിട്ടുള്ള ലേഡീസും ആവാം. അപ്പോൾ ഇദ്ദേഹമാണ് തട്ടിപ്പോയിരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ കർത്തയായിട്ട് ആക്ട് ചെയ്യേണ്ടത്? ഈ ഒരു ലേഡി ആയിരിക്കും അല്ലേ. സോ അപ്പോൾ കർത്ത ആയി. ദെൻ ഇവരൊക്കെ ഉണ്ടല്ലോ, ഈ മക്കളൊക്കെ നമ്മൾ കോ-പാർട്ട്നേഴ്സ് എന്ന് പറയും. കോ-പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് ഈ ഒരു സ്വത്തിൽ എന്തുണ്ട്? ചോദിക്കാനുള്ള അധികാരമുണ്ട്. കോ-പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ അവകാശം ചോദിക്കാനുള്ള അധികാരമുള്ള ടീമാണ്. എന്നാൽ ഇവരുടെ ഭാര്യമാരുണ്ടല്ലോ,
ഇതൊക്കെ എന്താ വെച്ചാൽ മെമ്പേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കെന്താണ് HUF തന്നെ എന്താണ് കർത്ത എന്ന് പറയുന്ന സീനിയർ മോസ്റ്റ് ആയിട്ട് ആളുണ്ട്, പിന്നെ കോ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന വിഭാഗം, പിന്നെ മെമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗം. ഇതൊക്കെ പാടെ കൂടിയാണ് ഒരു HUF എന്ന് പറയുന്ന ഫാമിലി. അത് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ വർഷത്തെ സ്ലാബ് റേറ്റുകൾ, മറ്റു ടാക്സ് റേറ്റുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റൊക്കെ എന്താണ് കഴിയാവുന്നത് ഷെയർ ചെയ്യാം. ഓക്കെ. താങ്ക് യു.